വെബ്സൈറ്റുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. ഓഗസ്റ്റ് 7 അപ്ഡേറ്റിന് ശേഷം PT എക്സാമിൽ അത്യാവശ്യം ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ സ്റ്റുഡൻസ് കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ ഈ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് അവർ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എസ്പെഷ്യലി സ്പീക്കിങ്ങിൽ ഇപ്പോൾ PT ഒഫീഷ്യൽ എക്സാമിൽ ഹെസിറ്റേഷൻസിനും പോസസിനും ഒന്നും അവർ കാര്യമായിട്ട് മാർക്ക് കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ ഹെസിറ്റേഷൻസിനും പോസസിനും ഒക്കെ ഇപ്പോഴും കാര്യമായിട്ട് അവർ മാർക്ക് കുറയ്ക്കുന്നുണ്ട്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ വെബ്സൈറ്റുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ സ്റ്റുഡൻസ് ഇത് കണ്ടിട്ട് പാനിക് ആവുന്നുണ്ട്. സ്കോർ കുറയുന്നു, അപ്പോൾ ഇനി നമുക്ക് ഈ വിക്കല് പതർച്ചയൊക്കെ വന്നാലും പ്രശ്നമാണോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. പല സ്റ്റുഡൻസ് നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് സത്യത്തിൽ സ്റ്റുഡൻസിൻ്റെ കുഴപ്പമല്ല, ഇത് വെബ്സൈറ്റുകളുടെ കുഴപ്പമാണ്. ഞാനാണെങ്കിൽ ഒരു 6-7 വെബ്സൈറ്റുകൾ തന്നെ അതിൻ്റെ പർച്ചേസ് ചെയ്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, ഞാൻ PTയുടെ ഒഫീഷ്യൽ എക്സാമും കൂടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് എനിക്കതിൻ്റെ കറക്റ്റ് വ്യത്യാസം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ആധികാരികമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു വെബ്സൈറ്റുകളുടെ ഒരു അക്യുറസി റേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 70-75% ഒരു അക്യുറസി റേറ്റ് നമുക്ക് ഏകദേശം ഒന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൽ കൂടുതലില്ല. അവർ ഇൻ ദ ലോങ് റൺ അവർ ആ ചേഞ്ചസ് വരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ 1-2 വെബ്സൈറ്റുകൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം സ്കോർ മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി സ്കോർ ഇച്ചിരി കുറയുന്നു എന്ന് കണ്ട് നിങ്ങൾ പാനിക്കാവൊന്നും വേണ്ട. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. പക്ഷേ ഇൻ ദ ലോങ് റൺ അവർ ആ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനും പാനിക്കും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. താങ്ക് യു.